സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ട ഏതാനും കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡുകൾ ലിബ്രിയോഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള participants.ods എന്ന ഫയലിലും തിരിച്ചറിയൽ കാർഡിന്റെ മാതൃക ഇതേ ഫോൾഡറിലെ id-card.ott എന്ന ഫയലിലും നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ഒറ്റ ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ഫോൾഡറിൽ സേവ് ചെയ്യുക. Prepare identity cards for students who are participating in the State School Youth Festival using mail merge technique in LibreOffice Writer. The details of the students are given in Exam Documents folder in Home with the file name participants.ods and the sample ID card in the same folder with the file name id-card.ott. Save the ID card as a single file in Exam folder in Home, giving your register number question number as the file name. ആദ്യം ഇവിടെ തുറക്കേണ്ടത് id-card.ott എന്ന ഫയലാണ്. അത് നമുക്ക് തുറക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ id-card.ott എന്ന ഫയൽ തുറക്കുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു. ഇനി participants.ods എന്ന ഫയൽ തുറക്കണം. അത് ഇൻസെർട്ട് ഓപ്ഷൻ വഴിയാണ് തുറക്കേണ്ടത്. ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഫീൽഡ് എന്നതിന് നേരെ മോർ ഫീൽഡ്സ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ ഡേറ്റാബേസ് ടാബിൽ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യേണ്ടതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ മെയിൽ മെർജ് ഫീൽഡ്സ് എന്നത് സെലക്ട് ചെയ്യേണ്ടതാണ്. അത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്താണ് ഫയൽ സെലക്ട് ചെയ്യേണ്ടത്. ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. participants.ods എന്ന ഫയലാണ് തുറക്കേണ്ടത്. ഹോം ഫോൾഡറിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയലുള്ളത്. participants.ods എന്നത് തുറക്കുകയാണ്. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറന്നു. പാർട്ടിസിപ്പൻസ് എന്ന ഫയൽ ഓപ്പൺ ആയി വന്നു. അതിനിടത് ഭാഗത്ത് ശ്രദ്ധിക്കുക, ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഷീറ്റ് 1 എന്നതിനിടത് ഭാഗത്തുള്ള ചിഹ്നത്തിലും ക്ലിക്ക് ചെയ്യുന്നു. ആവശ്യമുള്ള ഫീൽഡുകളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുന്നു. ചെയ്യുവാനുള്ള സൗകര്യത്തിന് വേണ്ടി സ്ക്രീനിനെ ഇതുപോലെ ക്രമീകരിക്കുന്നു. ഇനി നെയിം ഓഫ് പാർട്ടിസിപ്പൻസ് എന്നതിന് നേരെ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നെയിം ഓഫ് പാർട്ടിസിപ്പൻ്റ് എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നെയിം ഓഫ് കോമ്പറ്റിംഗ് ഐറ്റം എന്നതിന് നേരെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഐറ്റം എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ അഡ്മിഷൻ നമ്പറിന് മുന്നിൽ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്തു. ഫീൽഡുകൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയുമാകാം. ഇനി സ്റ്റാൻഡേർഡ് എന്നതിലും അതുപോലെ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാൻഡേർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി നെയിം ഓഫ് സ്കൂൾ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്തു. ഇവിടെ നെയിം ഓഫ് സ്കൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ഫീൽഡുകളും വന്നു കഴിഞ്ഞു. ഫീൽഡ്സ് എന്ന വിൻഡോ ഇനി ക്ലോസ് ചെയ്യാം. അടുത്തതായി ഇതിനെ സേവ് ചെയ്യുകയാണ്. പ്രത്യേക രീതിയിലാണ് സേവ് ചെയ്യുന്നത്, കാണുക. ഇവിടെ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പ്രിൻ്റ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ പ്രിൻ്റർ എന്നത് മാറ്റിയിട്ട് ഫയൽ എന്നത് സെലക്ട് ചെയ്യുന്നു. സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. വിവിധ വിദ്യാർത്ഥികൾക്കുള്ള പാർട്ടിസിപ്പൻ്റ് കാർഡ് തയ്യാറായി കഴിഞ്ഞു.